ഒരുപാട് സന്തോഷം കാണും. സിനിമ 25ാം ദിവസത്തിലേക്ക് നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ ഈ ഓണക്കാലവും നമ്മൾ NRP കേസോട് തിയേറ്ററിലുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. അത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നു, കുടുംബ പ്രേക്ഷകർ അത് വീണ്ടും വീണ്ടും കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഈ ഒരു ഇൻഡസ്ട്രിക്ക് മൊത്തം ഒരു ഉണർവ് നൽകിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ സന്തോഷം ഇവിടെ വന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഓടി വന്നതാണ് ഞാൻ. അങ്ങനെ വലിയൊരു അനൗൺസ്മെൻ്റ് ഒന്നും നടത്താതെ ജസ്റ്റ് വന്നതാണ്. ആൾക്കാർ തിയേറ്ററിൽ ഇപ്പോഴും അത് ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് അത് ആഘോഷമാക്കി മാറ്റുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിനേതാവ് എന്ന നിലയിലും ഇതിൻ്റെ ഒരു സഹനിർമ്മാതാവ് എന്നുള്ള നിലയിലും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനിയും ഇതേപോലുള്ള നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിലുള്ള നല്ല സിനിമകൾ ഉണ്ടാക്കാനുള്ള ഒരു ഊർജ്ജം തന്നെയാണ് ഈ സിനിമകളുടെ വിജയങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നമ്മളെല്ലാവരും ഇതിൽ പങ്കാളികളാണ്. മീഡിയ ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും എല്ലാ അർത്ഥത്തിലും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവും ആ രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കാനുമായിട്ടൊരു പ്രേരണ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വിജയങ്ങൾ നൽകുന്നത് ഒരു വലിയ ആശ്വാസവും ഒരു ആവേശവുമാണ്. ഓണം റിലീസ് ഇത് തന്നെയായിരിക്കും. ശരിക്കും നമ്മുടെ തന്നെ ഒരു സിനിമ നമ്മുടെ തന്നെ സിനിമയ്ക്ക് ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആകുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആകുക എന്നുള്ളതാണ്. പക്ഷേ അത് അബദ്ധത്തിൽ വന്നതാണ്. കാരണം തമിഴിലും കൂടെ ആയിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് സിനിമയ്ക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടെ ഡിലേ ആയത്. പക്ഷെ അത് ഒരു വെച്ച് ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രൊഡ്യൂസർക്ക് കുറച്ചുകൂടെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പക്ഷെ നല്ല സിനിമകൾ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലേക്ക് വന്ന് കാണുന്ന ഒരു അവസ്ഥ, അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും അത് തിയേറ്ററിൽ വന്ന് കാണുന്ന സിനിമ ആൾക്കാരെ തിരിച്ചറിയുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്ത് വരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു പ്രവണത തന്നെയാണ്. മുമ്പോട്ടുള്ള യാത്ര ഇത് എല്ലാവർക്കും ഒരു ഊർജ്ജമാണ്. ഇപ്പം നമുക്ക് ഓണക്കാലമാണ്. തിയേറ്ററിലേക്ക് ഇനിയും ഈ സിനിമകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട്, കാണാത്തവരുണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്കൊരു അവസരം കൊണ്ട് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഹിറ്റായതുകൊണ്ട് റിലീസ് മനഃപൂർവ്വം മാറ്റിയതാണോ, ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി? രണ്ട് രീതിയിലും പറയാം. കാരണം ഇത് ഞാൻ പറഞ്ഞത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണ് അത് ഡിലേ ആയത്. പക്ഷെ അത് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഒരു ഗ്യാപ്പ് വരുന്നത് ഏത് അർത്ഥത്തിൽ നല്ലതാണ്. ഒരേ നടൻ്റെ തന്നെ രണ്ട് സിനിമകൾ ഒരുമിച്ച് വന്ന് രണ്ട് കൂട്ടർക്കും ഒരു അളവിൽ കൂടുതൽ അത് ചിലപ്പോൾ ഗുണമുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കുള്ള മാക്സിമം ഗുണം ഈ അവസരങ്ങൾ കിട്ടുകയും ഇതിൻ്റെ വിജയം ഇനി വരുന്ന സിനിമയ്ക്ക് വേറെ നല്ല രീതിയിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുമെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഇതൊരു 50 കോടിയിൽ കയറിയതുകൊണ്ട് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഓരോ സിനിമകൾക്കും ഓരോ വിധിയാണ്. അപ്പം എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ വേറൊരു ഫീലും വേറൊരു വൈബും ഉള്ള സിനിമയാണ്. കുറച്ചും കൂടെ മോഡേണാണ്. ഒരു ആക്ഷൻ ത്രില്ലർ ശ്രേണിയിൽ വരുന്ന സിനിമയാണ്. 25 വർഷങ്ങൾക്ക് ഇപ്പോൾ മലയാളം സ്വാമി മലയാള സിനിമയിലേക്ക് വരുന്നു. ഞാൻ ആദ്യമായിട്ട് തമിഴ് സിനിമയിലേക്ക് പോകുന്നു. കൂടാതെ ജാക്കി ഷ്രോഫ് തമിഴിൽ നിന്നുള്ള ആടുകളും നരയൻ തെലുങ്കിൽ നിന്നുള്ള പുതിയ നായിക. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടിഫസറ്റഡ് ആയിട്ടുള്ള മൾട്ടി ലിങ്ക്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. ഒരു പാൻ ഇന്ത്യൻ തലത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ക്യാൻവാസിലെടുത്തുള്ള ഒരു സിനിമയാണ്. എന്നാത്ത കേസോട് നമ്മുടെ തന്നെ നാട്ടിലെ ഒരു നേറ്റിവിറ്റി കീപ്പ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിലും എനിക്ക് രണ്ട് എക്സ്ട്രീംസിലുള്ള കഥാപാത്രങ്ങളാണ്, രണ്ട് എക്സ്ട്രീംസിലുള്ള സിനിമകളും സബ്ജക്റ്റുകളുമാണ്. അപ്പം ആ ഒരു വെറൈറ്റി, ആ ഒരു വ്യത്യസ്തത എന്തായാലും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനയും. 2 മന്ത്രിമാരെ കാണാൻ പോയി, റിയാസിന് ഉൾപ്പെടെ. സോപ്പിടാൻ പോയതാണോ? സോപ്പിടാനായിട്ട് ഞാൻ കുളിച്ചിട്ടാണ് എരി വരുന്നത്. വീണ്ടും സോപ്പിടേണ്ട ആവശ്യമില്ല. ഇത് സൗഹൃദത്തിൻ്റെ ഒരു സന്ദർശനമായിരുന്നു. കാരണം അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥ സുഹൃത്താണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷേട്ടൻ പ്രൊഡ്യൂസറാണ്. മന്ത്രി വാസവൻ ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ മന്ത്രി റിയാസുമായിട്ട് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നേരിട്ട് ഒന്നും കൂടെ കണ്ട് ആ ഒരു സുഹൃത്ത് ബന്ധം ഒന്നും കൂടെ പുതുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഗോവിന്ദ മാസ്റ്ററുടെ മകൻ ശ്യാം എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധവും ആ ഒരു ഊഷ്മളതയും ഇത് ഞാൻ ഒട്ടും പ്ലാൻഡല്ല. ശരിക്കും ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നത് ഒറ്റിൻ്റെ പ്രൊമോഷൻ ഇവൻറ്റുമായിട്ടാണ് വന്നത്. പക്ഷേ റിലീസ് മാറിയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളായിരുന്നു. അപ്പം അത് സോപ്പിടുക എന്നതിനേക്കാൾ ഉപരി സൗഹൃദത്തിൻ്റെ ഒരു സന്ദർശനവും കൂട്ടിക്കുമായിരുന്നു. 50 കോടി ക്ലബിൽ കടന്നതുകൊണ്ട് ഇത് സ്പെഷ്യൽ ഓണമാണല്ലോ, എങ്ങനെയാണ്? 50 കോടി നമുക്ക് കാശിൻ്റെ കാര്യമല്ല, ഇത് പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം.
അത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാത്രമല്ല അല്ലാത്ത ആൾക്കാരും ഈ സിനിമ കണ്ട് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം പണത്തേക്കാൾ ഉപരി ഇത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നു, വീണ്ടും വരുന്നു എന്നുള്ളത്, വെറുതെ വരികയല്ല, വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കൂടുതലുള്ളത്. അപ്പം ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്നതിനേക്കാൾ ഉപരി മുമ്പോട്ടുള്ള യാത്രയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായ സിനിമകളും കഥാപാത്രങ്ങളുടെയും പട്ടികയിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന സിനിമയും കഥാപാത്രമാണ് എന്നാത്ത കേസോടും അതിലെ രാജീവൻ. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഇതേപോലെ ഇതിനേക്കാളും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഊർജ്ജവും ആവേശമാണ് ഈ വിജയം എനിക്ക് തരുന്നത്. എന്താണ് സ്പെഷ്യലായിട്ട് പായസം മടപ്രഥമൻ? ഇല്ല, ഈ സിനിമയുടെ ഒരു വിജയം ഒരു വളരെ ഓർഗാനിക് ആയിട്ടൊരു വിജയമാണ്. നമ്മളൊരു ആവശ്യമില്ലാതെ നമ്മൾ ഇതിനെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ തള്ളിമറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇത് പ്രേക്ഷകർ ഏറ്റെടുത്തുള്ളൊരു കാര്യമാണ്. നമ്മൾ വേറെ പല ഈ അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ടൈറ്റിൽ വെച്ചിട്ട് അതിൻ്റെ പ്രൊമോഷൻസ് അവർ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കറിയാം ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു വിജയമാണെന്നുള്ളത്. നമ്മൾ തല്ലി പഴിപ്പിക്കാതെ ഇത് പ്രേക്ഷകർ നെഞ്ചിൽ ഏറ്റെടുത്തതിന് ശേഷമുള്ളൊരു വിജയമാണ് എന്നുള്ളത് കാണിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും കൂടി ആയിട്ടൊരു സ്പെഷ്യൽ ഓണം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓണം വിശ്വസവും ആശംസകൾ അടിച്ചു പൊളിക്കുക, അത് തന്നെ പറയാനുള്ളൂ. കാരണം ഇത് ഓണം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഓണം വളരെ മിതമായ രീതിയിൽ അല്ലെങ്കിൽ ഓണം ഇല്ലാത്തൊരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എല്ലാ അർത്ഥത്തിലും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു ഓണം തന്നെ ആവട്ടെ. ഇത് മലയാളികൾ ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അപ്പോൾ അതിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.